ഹലോ കുറേ കാലത്തിൻ്റെ ആഗ്രഹിക്കുന്ന നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളത്തെ ആദ്യത്തെ വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇഫ്താർ ബീച്ച് വെച്ചിട്ട് ചെക്കന്മാരൊക്കെ കൂടി ചെറിയൊരു ഇഫ്താറാണെന്ന്. നമുക്ക് ചെക്കന്മാരാണ് ചോദിക്കുക ഇന്നത്തെ പരിപാടി എന്താണ്, ഇന്നത്തെ പരിപാടി ചെറിയൊരു ഇഫ്താർ, ചെറിയ ഇഫ്താർ. അതപ്പം പണിക്കാരോട് ചോദിക്കുക എന്താണ് പരിപാടി, എന്താ പരിപാടി? ചെറിയൊരു ഇഫ്താർ മീറ്റ് അല്ല, നമ്മൾ ചെറിയൊരു ഇഫ്താർ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് കാണിച്ചു കൊടുക്കടാ. ജനറേറ്റർ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് ആർക്കും അറിയില്ല, എല്ലാവരും ഒരേ ബുദ്ധിയുള്ള പൊട്ടന്മാരായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിന് വന്ന ജനറേറ്ററിന്റെ സെറ്റപ്പ് കാണിച്ചു കണ്ടോ. ജനറേറ്റർ എങ്ങനെ ഓൺ ആക്കിയിട്ടില്ല, ഇതിന് സ്റ്റാർട്ട് ബട്ടനൊക്കെ എവിടെയാണാവോ? എടുത്ത് ഇതല്ല സാധനം വലിക്കണേ, അല്ല ഇതല്ല സാധനം വലിക്കണത്, ഇതിങ്ങനെ വലിക്കുക, ഇതിലെണ്ണ വയ്ക്കണ്. ഞാൻ അതൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ലൈറ്റ് വെച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ എത്തും. ഇപ്പോൾ ഏകദേശം 4 ആൾക്കാർ ആകെ ഉള്ളൂ, ഏകദേശം 8 ആൾക്കാർ ടോട്ടലുണ്ട്. എല്ലാവരും വന്നിട്ട് എല്ലാവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതാ വന്നേ. എന്താണ് പേര്? മൈ നെയിം ഈസ്. ചെറിയൊരു വ്ളോഗറാണ്, നമ്മളെ പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ചെറിയൊരു വ്ളോഗറാണ്. എന്താ പറയുക പറയാനുള്ളത് പരിപാടി നടക്കാൻ പോകാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് അഷ്ഫാഖ്. വീട് എവിടെ? വീട് പറയണം, എല്ലാം പറയണം. വീട് നമ്മളെ പൊന്നാനി ടൗണിൽ തന്നെ. വ്ളോഗറാണ്. ഓക്കെ. നമ്മൾ അടുത്ത പേര് എന്താ പേര്? നിഹാദാണ്. ടെക്നീഷ്യൻ മറ്റെല്ലാം ബന്ധമുണ്ടല്ലേ? എല്ലാം ബന്ധമൊന്നുമില്ലല്ലേ? എല്ലാ കാര്യങ്ങളും പഠിക്കണം അല്ലേ? അതല്ലേ പഠിക്കേണ്ട, പിന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇതിലുണ്ട്? ചക്കരമത്തുണ്ട്, ചക്കരമത്ത, നാരകണ്ട്, ആറ്റിറ്റ്യൂഡ്. പിന്നെ എന്തൊക്കെയുണ്ട് പറയ്, ചില എന്തൊക്കെയുണ്ട് പറയും നോക്കിട്ട് അവിടെ പോയിട്ട് നോക്കാം. അപ്പൊ നമ്മള് ഫുള്ള് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ഇഷാമ് മത്ത മുറിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുന്ന. ഇഷാം പിടിക്കും, നോക്കട്ടെ, പാർന്ന് നോക്കേ, ഇരിക്കട അവിടെ. എടാ കുണ്ടി വെക്കട നിലത്ത്. എന്താ കത്തിയോടെ കത്തി എങ്ങനെ മുറിക്കാത്? ഇഷാമാണ് മത്ത മുറിക്കുന്നത്. കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, നോക്കിക്കാണ്ട. നോമ്പില്ലാത്ത ചെക്കൻ നീക്ക് എടാ നോമ്പില്ലാത്ത മൊത്തം സെറ്റ് ആക്കി. ഇനി ലേറ്റ് ഉണ്ട് ഓണാക്കി കഴിഞ്ഞാൽ സെറ്റായി. ഇവിടെ അങ്ങനെ ആൾക്ക് വേറെ ആരും അങ്ങനെ നോമ്പുറപ്പിക്കണില്ല, കാണിച്ചു കൊടുക്ക്. അവിടെ ഒരു ടീം, ഇവിടെ ഒരു ടീം ഉണ്ട്, അവിടെ ഒരു ടീം. പക്ഷെ എന്ത് പ്രശ്നം എന്താ നമ്മൾ വെറൈറ്റി ലേറ്റ് ഉണ്ട്, ലേറ്റ് എത്തിച്ചതാ തിളങ്ങും. വാണ്ട് എടുത്ത് പോവാ. നമ്മളിനി ഇഷാമിനോട് ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇഷാമ പുറത്ത് ഇറങ്ങിയേ എന്താണ് അടുത്ത ആളെ തിരി ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. പേരെന്താ? ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ പേര് സിയാദ്. ഇന്നെന്തിനു വന്നു? ഇന്ന് റമദാൻ കരീം അല്ലേ? ഇഫ്താറാണ്. അപ്പൊ നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാല് അടുത്തത് ബിരിയാണി വാങ്ങാൻ പോവാണ്. ഞാനും ഇഷാമില്ലേ എന്തോ അങ്ങനെ പോണത്. എന്താണ് ആറ്റിറ്റ്യൂഡാ? ബിരിയാണി പലത് കാട്ടു വെച്ചത് പറയും. എന്തോ അങ്ങനെ പോണ നമ്മള്. എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. കുറച്ച് എഫ്യൂഷനായി പോയി കയ്യിൽ പോയി. കുഞ്ഞുകുട്ടി പോത്തിന് കുഞ്ഞുകുട്ടി അപ്പൊ വാങ്ങാന്. അപ്പൊ ഞാനും ബിരിയാണി എത്ര ബിരിയാണിക്ക് പറഞ്ഞിട്ടുള്ളത്? പറയടാ, എത്ര രൂപ പറയടാ? 1050. റെഡി ആയിട്ടുണ്ട്. വാ ആയാ. നമ്മൾക്ക് പെപ്സി വേണോ സെവനപ്പ് വേണോ? പെപ്സി വേണോ സെവനപ്പ് വേണോ? എന്താ വേണ്ടി? ഇതിന് കൂടെ ഫ്രീ ആന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്താ പഠിക്കാനുള്ളത്? സമയം വേണാവോ? കൊള്ളി അതിന്റെ സൂട്ടറോ? സമയം 6:31. വാങ്ങ് കൊടുക്കഴിഞ്ഞ എത്ര മിനിറ്റ്? 3 മിനിറ്റ് ഉള്ളൂ. 35 അല്ല വാങ്ങ് 38. അപ്പോ വെള്ളം ഒഴിച്ചേ അവിടെ മതി. കിട്ടും ഫുള്ള് കിട്ടും.
സഫാദ് എന്താ പറയാ സമൂസ നല്ല കട്ടുണ്ട് അടിപൊളി സമൂസ നല്ല ഇറച്ചിയുണ്ട് സമൂസയില് വെന്തറച്ചാണ് ബത്തക്ക് എടുക്കാൻ ബത്തക്ക് എന്തേ ഒന്നും ബാക്കിയാവൂല ഞാൻ പറഞ്ഞു ഒന്നും ബാക്കിയാവൂല അപ്പൊ റാത്തായില്ലേ നോമ്പ് തുറ എങ്ങനെയുണ്ട് നോമ്പില്ലാത്തോണ്ട് അടിപൊളി നോമ്പുണ്ടായാലാ നീയത്തൊക്കെ വന്നല്ലേ എങ്ങനെയുണ്ട് നോമ്പ് തുറ എങ്ങനെയുണ്ട് അൽഹംദുലില്ലാ നല്ല രസമുണ്ടായിരുന്നു. ആരെയും മാമക്ക പോണേ ഞാൻ പറയും സഫായി മാമക്കോ അല്ലേ എവിടെ നിന്ന് അതെ അല്ലടെ കടപ്പുറത്ത് ഒന്ന് ശരിയാവോ ഇയാൾ ഇന്നലെ 2 ദിവസം വരെ അടങ്ങിയത് കടപ്പുറത്ത് നോർത്ത് ശരി കടപ്പുറത്ത് നിന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഹറാമാന്ന് പറയുന്നുണ്ട്. ഹറാമല്ല ശുദ്ധിയല്ലാത്ത വെള്ളമാണ്. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ശുദ്ധിയല്ല. എടുത്ത് നോക്കി ഇപ്പൊ ആൾക്കാർ ചിലപ്പോൾ ഓർത്ത് റിസ്ക് നോക്കിക്കോ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇവിടെ എല്ലാവരും. ആരോട് ചോദിക്കാം? കടൽപ്പുറത്തുനിന്ന് വെള്ളം. കടൽപ്പുറത്ത് എന്റെ അഭിപ്രായം എന്താ? ഇവിടുന്ന് ഒതിർത്ത പ്രശ്നം ഉണ്ടാ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. വലിയ ബക്കറ്റ് പിടിച്ച് തരാൻ പറടാ. എന്താ പ്രശ്നം? ബക്കറ്റോട് പിടിച്ച് മോസ് 2 മണിക്കൂറിന്റെ കാത്തിരിപ്പല്ലേ? എത്ര? 3 എത്ര? അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല 4 മണിക്കൂർ. 4 അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. എന്തത്? ഇങ്ങോട്ട് വേണം. നമുക്ക് ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാരും മിക്സ് വെച്ചിട്ടാണ്. എങ്ങനെയാണ് ഭാഷ? എന്താണ് പരിപാടി? അപ്പൊ പരിപാടി കഴിഞ്ഞാ വൃത്തിയാക്കാൻ നമ്മളെ സിയാദ് പാണ്ടിക്കാട് ഹലോ പിടിച്ചു കുളിക്കല്ലേ. സത്യം പറഞ്ഞാ ബിരിയാണി കഴിഞ്ഞില്ലേ? ബിരിയാണിക്ക് ഇഷ്ട മനസ്സറിഞ്ഞില്ല. അതെന്ത് കാരണം? മനസ്സറിഞ്ഞില്ല പറഞ്ഞാ മസാല ബാദുഷ കൊടുത്തില്ലെന്ന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ബാദുഷ സിയാദിനെ മാത്രം സ്കോപ്പ് ചെയ്തിട്ട് ഇഷാമിന് മാത്രം കൊടുത്തെന്ന് പറയണേ. അപ്പൊ ഇന്നത്തെ ഇഫ്താർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയാക്കണം. അപ്പൊ എല്ലാരും കൂട്ടി നിക്കണം കേട്ടാ. അഷ്ഫാഖ് പോവല്ലേട്ടാ, ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കണം. ഇൻഷാ അല്ലാഹ് ട്ടാ. ക്യാമറ പോട്ടാ. ഇജെന്റ് ചെയ്തോ. അപ്പൊ എൻഡിങ് ദ എൻഡ് ഈസ് നിയർ. എന്റെ പറഞ്ഞപ്പോ എൻഡ് ഈസ് നിയർ. നിയറാ നിയർ ബൈ കൊടുക്കൂലേ? എന്താണ് പറയാ? എൻഡിങ് നിർത്തുന്നു. അവസാനിക്കുന്നു. വീഡിയോ ചെറുതായിട്ട് ലാഗ് ഉണ്ട്, കാരണം ഫസ്റ്റ് വ്ളോഗ് ആയ കാരണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും സഹകരിക്കുക. അപ്പോ അടുത്ത വ്ളോഗ് അടുത്ത ആഴ്ച എന്തിനു കണ്ടോ നമുക്ക് കണ്ടിറക്കാം. നമ്മൾ പെരുന്നാൾ ഡ്രസ് കാണാം കേട്ടോ. ശരി.